നമുക്കറിയാം, എല്ലാ ഗ്രാമങ്ങളിലും മാസത്തിൽ ഒരു തവണ VHS നടത്താറുണ്ട്. മിക്കവാറും ഒരു ബുധനാഴ്ചയാവും തിരഞ്ഞെടുക്കുന്നത്. അന്ന് അസൗകര്യമുണ്ടായാൽ മാസത്തിലെ വേറൊരു ദിവസം അത് മാറ്റിവെക്കും. ആരോഗ്യ പ്രവർത്തകരുമായി നമുക്ക് ആശയവിനിമയം നടത്താനും അടിസ്ഥാന സേവനങ്ങളും വിവരങ്ങളും നേടാനുമുള്ള സമൂഹത്തിനായുള്ള ഒരു വേദിയാണ് VHS. സമൂഹത്തിന് അവരുടെ ആരോഗ്യ ആവശ്യങ്ങളും അനുഭവങ്ങളും അറിയിക്കാനുള്ള അവസരം കൂടെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അംഗനവാടി കേന്ദ്രങ്ങളിൽ ഗ്രാമതലങ്ങളിലുള്ള മാതൃ ശിശു ആരോഗ്യ പോഷകാഹാര സേവനങ്ങൾ നൽകുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിനമാണെന്ന്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, കൗമാരപ്രായ പെൺകുട്ടികളെയാണ് ഗുണഭോക്താക്കളായി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. പ്രത്യുൽപാദന, മാതൃ നവജാത ശിശു കൗമാര ആരോഗ്യം, സാംക്രമിക രോഗങ്ങൾ, സാംക്രമികമല്ലാത്ത രോഗങ്ങൾ എന്നിവയ്ക്ക് അടിസ്ഥാന ആരോഗ്യ കൗൺസിലിംഗ് സേവനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നൽകി വരുന്നു. നമ്മൾ മനസ്സിലാക്കാം. ഇനി VHS അടിസ്ഥാന ഘടകങ്ങൾ മനസ്സിലാക്കാം. ഗ്രാമവാസികളുടെ വാസസ്ഥലത്തോട് ചേർന്ന് VHS സംഘടിപ്പിക്കാറുള്ളത്. അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ അംഗൻവാടി സെന്ററുകളായിരിക്കും. കുറഞ്ഞത് 4 മണിക്കൂർ ദൈർഘ്യമുള്ള സെഷനാണ് VHS. ഇത് ഗ്രാമത്തിലെ ജനസംഖ്യയെ ആശ്രയിച്ച് VHS ആവൃത്തി വ്യത്യാസപ്പെടാം. ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ് VHS നേതൃത്വം നൽകുന്നതെങ്കിലും അംഗൻവാടി പ്രവർത്തകരായ നമ്മുടെ ഇടപെടലുകളാണ് VHS ശക്തിപ്പെടുത്തുന്നത്. VHS നിന്നും നാഷണൽ ഹെൽത്ത് മിഷന്റെ ജില്ലാതലങ്ങളിലേക്കും നമ്മുടെ വകുപ്പിലേക്കും യഥാസമയം സമർപ്പിക്കപ്പെടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വില്ലേജ് ഹെൽത്ത് സാനിറ്റൈസേഷൻ ന്യൂട്രീഷൻ ഡേയ്സ് എന്നാണെങ്കിൽ ഇത് നഗരപ്രദേശങ്ങളിൽ അർബൻ ഹെൽത്ത് സാനിറ്റേഷൻ ന്യൂട്രീഷൻ ഡേയ്സ് എന്നറിയപ്പെടുന്നു. ഇനി എങ്ങനെയാണ് VHS നടത്തിയത് നമ്മളെ പോഷൻ ട്രാക്കറിൽ എല്ലാ മാസങ്ങളിലും രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവന്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ കാണുന്ന പേജിൽ നിന്നും VHS എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഓരോ മാസങ്ങളിലും ഇത്തരത്തിലൊരു പേജായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആദ്യം നോ ഇവന്റ് ആഡഡ് എന്ന് കാണുന്നുണ്ട്. അതായത് ആ മാസത്തിൽ നാളിതുവരെ ഒരു VHS രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മാസം നടത്തിയ VHS രേഖപ്പെടുത്തുന്നതിന് തൊട്ട് താഴെ കാണുന്ന ഈ നീല ബട്ടൺ ആഡ് VHS എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഡേറ്റ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ മാസത്തിൽ ഏത് ദിവസമാണോ VHS സംഘടിപ്പിച്ചിട്ടുള്ളത് ആയതാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ചിലപ്പോൾ അത് ഇന്നായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളായിരിക്കും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുക. ഇനി വരാൻ പോകുന്ന ദിവസത്തെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല, അത് നമുക്കറിയാം. അപ്പോൾ ഇന്നുള്ളതോ അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള ഈ മാസം നടത്തിയത് കഴിഞ്ഞ മാസത്തിൽ നിന്നും നമുക്ക് ഇതിനകത്തേക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല. ഈ മാസത്തെ പേജാണ് ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത്. നമ്മുടെ CB പോലെ തന്നെ VHS നടത്തുന്നതിന് കലണ്ടർ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇന്നാണ് നടന്നതെങ്കിൽ 6 അല്ലെങ്കിൽ 4-ാം തീയതി 3-ാം തീയതി ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് OK കൊടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ജാനുവരി മാസത്തിലെ കലണ്ടറാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. ഇന്ന് 6-ാണ് തീയതിയെങ്കിൽ 6 വരെയുള്ള ഏത് ഡിജിറ്റും, അതായത് ഏത് തീയതിയും നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. മുന്നിട്ടുള്ള തീയതികളൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് നമുക്ക് നാളിത് വരെയുള്ളത് നമുക്ക് രേഖപ്പെടുത്താം. OK കൊടുത്തതിന് ശേഷം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, VHS പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ഗുണഭോക്താക്കൾ നമുക്കുണ്ട്. അത് പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ്, അതേപോലെ തന്നെ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഏജ് കുട്ടികൾ, ഇവരുടെ ആകെ എണ്ണമാണ്, അതായത് പങ്കെടുത്ത ആകെ എണ്ണമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. നമ്മളത് രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുക.